എത്രേസ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ദേശീയ കശുവണ്ടി ദിനം. പായസം മുതൽ ഉപ്പുമാവിൽ വരെ കശുവണ്ടി ഉപയോഗിക്കുന്നവരാണ് നമ്മൾ. ജനങ്ങളുടെ ഈ കശുവണ്ടിയോടുള്ള പ്രിയമാണ് കശുവണ്ടിക്കായി ഒരു ദിനം വേണമെന്ന ആശയത്തിന് പിന്നിലും. ബ്രസീലിലെ ആമസോൺ കാടുകളാണ് കശുമാവിന്റെ സ്വദേശമെന്നാണ് വിശ്വാസം. പിന്നീട് പോർച്ചുഗീസുകാരാണ് കശുവണ്ടിയെ വിവിധ ഭൂഖണ്ഡങ്ങളിൽ എത്തിച്ചത്. ഇന്ന് ബ്രസീൽ, വിയറ്റ്നാം, ഇന്ത്യ ഉൾപ്പെടെ നിരവധി ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വ്യാപാരാടിസ്ഥാനത്തിൽ കശുവണ്ടി കൃഷി ചെയ്യുന്നുണ്ട്. ബ്രസീലിൽ 1558 കാലഘട്ടത്തിലാണ് കശുവണ്ടി കണ്ടെത്തുന്നത്. അവയിൽ അടങ്ങിയിരിക്കുന്ന അനാകാർഡിക് ആസിഡ് ത്വക്കിന് അസ്വസ്ഥത ഉണ്ടാക്കുമെന്നതിനാൽ അവ കഴിക്കാൻ യോഗ്യമല്ലെന്നായിരുന്നു ആദ്യകാലങ്ങളിൽ യൂറോപ്യർ വിശ്വസിച്ചിരുന്നത്. ഇവ റോസ്റ്റ് ചെയ്യാൻ പഠിച്ചപ്പോഴാണ് കശുവണ്ടിയുടെ രുചി അവർ അറിയുന്നതും കശുവണ്ടിക്ക് യൂറോപ്പിൽ കൂടുതൽ പ്രചാരം ലഭിക്കുന്നതും. പോർച്ചുഗീസ് ഭാഷയിൽ കശുമാവിന് കാജു എന്നാണ് പറയുന്നത്. പരിപ്പ് എന്നതിന് ടുപ്പിയൻ വാക്കായ അക്കാജുവിൽ നിന്നാണ് പോർച്ചുഗീസ് ഈ വാക്ക് സ്വീകരിച്ചത്. കാജു എന്ന വാക്കിൽ നിന്നാണ് ഇംഗ്ലീഷിൽ കാഷ്യൂ രൂപപ്പെട്ടത്. ധാരാളം പോഷക ഗുണങ്ങൾ അടങ്ങിയതാണ് കശുവണ്ടി. പ്രോട്ടീൻ ധാതുക്കളായ കോപ്പർ, കാൽസ്യം, മഗ്നീഷ്യം, അയൺ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, സിങ്ക് എന്നിവയുടെ കലവറയാണ്. കൂടാതെ വിറ്റമിൻ സി, വിറ്റമിൻ B1, B2, B3, B6, ഫോളേറ്റ്, വിറ്റമിൻ ഇ, വിറ്റമിൻ കെ എന്നിവ കശുവണ്ടിയിൽ ധാരാളമുണ്ട്. കൂടാതെ ഒമേഗ 9 ഫാറ്റി ആസിഡ് ആയ ഒലേയിക് ആസിഡ് വളരെയധികം അടങ്ങിയിട്ടുണ്ട്. പോർച്ചുഗീസുകാരുടെ അധിനിവേശ സമയത്താണ് ആദ്യമായി കശുവണ്ടി ഇന്ത്യയിലേക്ക് കപ്പൽ കയറുന്നത്. 1560കളിൽ ഗോവയിൽ പോർച്ചുഗീസ് മിഷനറിമാർ കൊണ്ടുവന്ന കശുവണ്ടി പിന്നീട് ഇന്ത്യക്കാരുടെ ഇഷ്ടവിഭവമായി മാറി. പിന്നീട് തെക്കുകിഴക്കൻ ഏഷ്യയിലേക്കും ആഫ്രിക്കയിലേക്കും ഇത് സഞ്ചരിച്ചു. രാജ്യങ്ങൾ തമ്മിൽ കയറ്റുമതി ഇറക്കുമതി സജീവമായതോടെ ലോകത്തിന് മുഴുവൻ പ്രിയപ്പെട്ടതായി മാറി. ഗോവയിൽ കശുമാങ്ങ ജ്യൂസിൽ നിന്ന് പ്രത്യേകമായി തയ്യാറാക്കുന്ന മദ്യമാണ് ഫെന്നി. 40 മുതൽ 42% വരെ ആൽക്കഹോൾ അടങ്ങിയതാണിത്. 1905 അമേരിക്കയിൽ കശുവണ്ടി എത്തുന്നത്. ഇന്നിപ്പോൾ ലോകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന കശുവണ്ടിയുടെ 90% ഉപയോഗിക്കുന്നത് അമേരിക്കയാണ്. കശുവണ്ടിയുടെ പുറംതോട് മറ്റ് പല ആവശ്യങ്ങൾക്കുമായി ഉപയോഗിക്കുന്നുണ്ട്. പെയിന്റ്, ലൂബ്രിക്കൻസ് എന്നിവ തയ്യാറാക്കാൻ ഇത് ഉപയോഗിക്കുന്ന രീതി 2ാം ലോക മഹായുദ്ധ കാലം മുതൽ ആരംഭിച്ചിരുന്നു. ഒരു സാധാരണ സ്നാക്ക് എന്നതിൽ ഉപരി ബട്ടർ, ചീസ്, എണ്ണ തുടങ്ങിയവയും കശുവണ്ടിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്.